ജലന്ധരന്റെ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ വൃന്ദയ്ക്ക് തന്റെ ഭർത്താവിനെ നോക്കിയപ്പോൾ എന്തോ പന്തികേട് തോന്നി. തന്റെ ഭർത്താവിന് എന്തോ ദൗർഭാഗ്യകരമായത് സംഭവിച്ചതായി അവൾക്ക് ഒരു ഉൾക്കിടിലം. എന്നാൽ അവളുടെ ഭർത്താവ് അവളുടെ മുൻപിൽ സന്നിഹിതനാണ് താനും. അതെങ്ങനെ സംഭവിച്ചു? അവൾ തന്റെ മുൻപിലെ ജലന്ധരനെ നോക്കി ചോദിച്ചു, താങ്കൾ ആരാണ്? നീ എൻ്റെ ഭർത്താവല്ല. അദ്ദേഹം എവിടെയാണ്? വൃന്ദ തന്റെ കണ്ണീരണിഞ്ഞ ദൃഷ്ടിയാൽ കൊട്ടാരത്തിന് ചുറ്റും നോക്കി. ഞാൻ പ്രാർത്ഥന നിർത്തി. എൻ്റെ പ്രിയതമാ, അങ്ങേക്ക് എന്ത് സംഭവിച്ചു? അവൾ പരിഭവിച്ചു. പൊടുന്നനെ ജലന്ധരൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. അവന്റെ സ്ഥാനത്ത് മഹാവിഷ്ണു പ്രത്യക്ഷനാകുന്നു. വിഷ്ണു അസന്തുഷ്ടമായ കണ്ണുകളോടും സങ്കടകരമായ മുഖത്തോടും കൂടി തന്റെ പ്രിയ ഭക്തയെ കാണുകയായിരുന്നു. വൃന്ദ മഹാവിഷ്ണുവിനെ തുറിച്ചു നോക്കി അധരങ്ങൾ വിറച്ചുകൊണ്ട് മന്ത്രിച്ചു, താങ്കൾ എന്താണ് പ്രവർത്തിച്ചത്? എൻ്റെ ഭർത്താവിന് എന്ത് സംഭവിച്ചു? മഹാവിഷ്ണു തികച്ചും പതിഞ്ഞ സ്വരത്തിൽ മറുപടി പറഞ്ഞു, ജലന്ധരൻ മരിച്ചു. അത് ശ്രവിച്ച വൃന്ദയിൽ നിന്നും ഒരു വിലാപം പുറപ്പെട്ടു. വിഷ്ണു തുടർന്നു, നിന്റെ പ്രാർത്ഥന നിമിത്തം നിന്റെ ഭർത്താവ് അജയനായിരുന്നു. വൃന്ദ, നീ അവനു വേണ്ടി പ്രാർത്ഥിച്ചിടത്തോളം ഒന്നിനും അവനെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല.